എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 സോഷ്യോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും പിന്നെ സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് ടോപ്പിക്സ് നോക്കി. ഇത് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ബാക്കിയാണ്. അപ്പം സെക്കൻഡ് ചാപ്റ്റർ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 1 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവണം. സെക്കൻഡ് ചാപ്റ്ററിൽ അടുത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് റിഫറൻസ് ഗ്രൂപ്പ്. സൂചിത ഗണം 2 മാർക്കിന് ചോദിക്കും. സൂചിത ഗണം എന്നാൽ എന്ത്, അല്ലെങ്കിൽ 1 മാർക്കായിട്ട് അതിന് ഡെഫിനിഷൻ തന്നിട്ട് ചോദിക്കും അതെന്താണെന്ന്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടുണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യനാണ് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കാണ് പിയർ ഗ്രൂപ്പ് അഥവാ സമപ്രായക്കാരുടെ ഗണം. അതിനെക്കുറിച്ച് ചോദിക്കും, എന്താണെന്നേ ചോദിക്കുകയുള്ളൂ. പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ 2 മാർക്കിനും ചോദിക്കും അല്ലെങ്കിൽ 4 മാർക്കിനും ചോദിക്കും. സാമൂഹിക ശ്രേണീകരണം 2 മാർക്കിനും ചോദിക്കും, 4 മാർക്കിനും ചോദിക്കും. മറ്റൊന്ന് പദവി, സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിക്കും 2 മാർക്കിന്. അതേപോലെ തന്നെ റോൾ, പങ്ക്, അതും 2 മാർക്കിന് ചോദിക്കും. അടുത്തതാണ് സ്റ്റാറ്റസ് സെറ്റ്, പദവിക്കൂട്ടം എന്നുള്ളതും 2 മാർക്കിന് ചോദിക്കാനുള്ളതാണ്. സ്റ്റാറ്റസ് സീക്വൻസ്, പദവി അനുക്രമണം എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. അടുത്താണ് റോൾ സ്റ്റീരിയോടൈപ്പിംഗ്, ധർമ്മസ്ഥിരത, അത് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നീടുള്ളതാണ് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, സോഷ്യൽ കൺട്രോൾ. നമ്മുടെ +1 സോഷ്യോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സോഷ്യൽ കൺട്രോൾ അഥവാ സാമൂഹിക നിയന്ത്രണം. അവിടെ 2 തരത്തിലുള്ള സാമൂഹിക നിയന്ത്രണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അത് 4 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാറുള്ളതാണ്. ഇനി 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ് ഫോംസ് ഓഫ് ഫാമിലി. 6 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യനാണ് ഫോംസ് ഓഫ് ഫാമിലി അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫാമിലി. വിവിധ തരത്തിലുള്ള കുടുംബങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് 6 മാർക്കിന് ചോദിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. പിന്നീട് ചോദിക്കാൻ ചാൻസുള്ള അടുത്തൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ, 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഫോംസ് ഓഫ് മാരേജ്, വിവാഹത്തിൻ്റെ വിവിധ തരം രൂപങ്ങൾ 6 മാർക്കിന് ചോദിക്കും. പിന്നെ 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എൻഡോഗമി ആൻഡ് എക്സോഗമി, സ്വഗണ വിവാഹവും അന്യഗണ വിവാഹവും. എൻഡോഗമിയും എക്സോഗമിയും 4 മാർക്കിന് ഡിഫറൻസ് ചോദിക്കാം. അതേപോലെ തന്നെ 2 മാർക്കിന് കിങ്ഷിപ്പ്, ബന്ധുത്വം എന്താണെന്ന് ചോദിക്കാറുണ്ട്. 2 മാർക്കിന് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അടുത്താണ് പവർ, ശക്തി. 2 മാർക്കിന് ചോദിക്കും, എന്താണ് പവർ അല്ലെങ്കിൽ ശക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. അതോറിറ്റി, അധികാരം എന്നാൽ എന്തെന്ന് ചോദിക്കും. പിന്നീട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് 4 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ് രാഷ്ട്രരഹിത സമൂഹങ്ങൾ, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസ്. അത് ചോദിക്കും. അത് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു വരുന്നത്. 4ാമത്തെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു. 3ാമത്തെ ചാപ്റ്ററിൽ തന്നെയാണ് രാഷ്ട്രരഹിത സമൂഹങ്ങൾ, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി വരുന്നുണ്ട്. അത് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ മറ്റൊന്നാണ് ഫീച്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ 2 മാർക്കിന് ചോദിക്കാം. ഫീച്ചേഴ്സ് ഓഫ് റിലീജിയൻ 4 മാർക്കിന് ചോദിക്കാം, മതത്തിൻ്റെ സവിശേഷതകൾ ചോദിക്കാറുണ്ട്. 2 മാർക്കിന് സംസ്കാരം, നമ്മുടെ കൾച്ചർ, 4ാമത്തെ ചാപ്റ്ററിൽ സംസ്കാരത്തിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും. ആ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിലും ഇത് പഠിക്കണം, ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ, സംസ്കാരത്തിൻ്റെ മാനങ്ങൾ. ഷുവർ ക്വസ്റ്റ്യനാണ്, 6 മാർക്കിന് ചോദിക്കും സംസ്കാരത്തിൻ്റെ മാനങ്ങൾ. അത് വളരെ ഷുവർ ക്വസ്റ്റ്യനാണത്, 6 മാർക്കിന് എന്തായാലും ഉണ്ടാവും. അതേപോലെ തന്നെ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് എത്നോസെൻട്രിസം ആൻഡ് കോസ്മോപൊളിറ്റാനിസം, വംശീയ കേന്ദ്രോത്മുഖതയും സാർവജനീനതയും. 4 മാർക്കിന് ചോദിക്കാം. പിന്നെ ഒരു 2 മാർക്കിന് ചോദിക്കാം വാട്ട് ഈസ് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം എന്നാൽ എന്ത്. അതോടൊപ്പം തന്നെ 8 മാർക്കിന് ഉൾപ്പെടുത്തി ചോദിക്കാം ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ, അത് 4ാമത്തെ ചാപ്റ്റർ വരുന്നതാണ്. ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ, അതായത് സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻസികൾ ഏതൊക്കെയെന്നുള്ളത് ചോദിക്കാം. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഒബ്ജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യോളജി, വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും എന്നാൽ എന്തെന്ന് 4 മാർക്കിന് ചോദിക്കാം. അത് 5ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ അടുത്തും ഒരു പാർട്ട് ഉണ്ടാവും +1 സോഷ്യോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് പഠിച്ചു പോയാൽ തന്നെ നമുക്ക് എക്സാമിന് പാസ്സല്ല ഫുൾ മാർക്ക് ഉറപ്പിച്ച് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും.